ജ്വല്ലറിയുടെ ആഡിന് സാധാരണ ഒരിക്കലും ആണുങ്ങളെ പ്രതീക്ഷിക്കുന്നില്ല. ബട്ട് ലാലേട്ടൻ അത് വന്ന് ചെയ്യുന്ന ഒരു ഇതുണ്ടല്ലോ. അപ്പം സൊസൈറ്റി ഈസ് ആക്സെപ്റ്റിങ്. അതുപോലെ തന്നെ മൂക്ക് കുത്തി ഉള്ള ഒരു ഇത് ദേ ആർ ആക്സെപ്റ്റിങ് ദിസ് കൈൻഡ് ഓഫ് ആക്ടിവിറ്റി. തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ നൃത്തത്തിൻ്റെ ഭരതനാട്യം ഇപ്പം നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ കരണാസ് എന്ന് പറഞ്ഞൊരു പോർഷനുണ്ട്. കരണാസ് മിക്സ് ചെയ്തിട്ട് കുറച്ച് പ്രോഗ്രാംസ് ചെയ്യണ സമയത്ത് നമ്മുടെ ഇവിടെയുള്ള കുറച്ച് പേര് ഇത് കുച്ചിപ്പുടിയാണോ ഭരതനാട്യമാണോ, നിങ്ങൾ ഭരതനാട്യം പഠിപ്പിക്കുന്നത് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് കുച്ചിപ്പുടി പഠിപ്പിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള. ആൺകുട്ടികൾ നൃത്തം പഠിക്കുന്നത് കൊണ്ട് അവരുടെ റെഗുലർ ലൈഫിലുള്ള അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, അവരുടെ നടത്തം, ഇതിനകത്തൊക്കെ ഒരു വ്യത്യാസം വരാറുണ്ടോ? ഒരു കോമ്പറ്റീഷന് ഒരു കുട്ടി കയറുക എന്ന് പറഞ്ഞാൽ സ്ട്രെസ്സാണ് ആ കുട്ടിക്ക്. പാരൻസിനും സ്ട്രെസ്സാണ്, ടീച്ചേഴ്സിനും സ്ട്രെസ്സാണ്. മൊത്തത്തിലൊരു യുദ്ധത്തിൻ്റെ ഒരു പ്രതീതിയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഈ ഡാൻസ് പഠിച്ചാൽ അതിനകത്തുള്ള അവർക്കുള്ള ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, അവരുടെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, അവരുടെ ഏർണിംഗ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്? ഞാൻ എന്നാണോ സിംഗിളാണ് എന്ന് സമൂഹം മനസ്സിലാക്കി തുടങ്ങിയത് ആ സമയത്ത് തുടക്കത്തിൽ 1-2 ഭാഗത്ത് നിന്നും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതും നമ്മൾ ചിലപ്പോൾ ഒരു അച്ഛനെ പോലെ കാണുന്ന ആളുകളിൽ നിന്നൊക്കെ മോശാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പാട്ടിനകത്ത് നമുക്ക് ഇംപ്രവൈസേഷൻസ് കൊണ്ടുവരാം. ഇപ്പോൾ പാട്ടിനകത്ത് നമുക്ക് വേറൊരു ഫോം കൊണ്ടുവരാം നമുക്ക്. അതുപോലെ ഡാൻസിനകത്തും ഇംപ്രവൈസേഷൻസ് പറ്റുമോ? വിദ്യാർത്ഥിനികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു പ്രൊഫഷനായിട്ട് സ്വീകരിക്കാം. ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിരിക്കും. പ്രധാനമായിട്ടും ഹോർമോൺ ഇഷ്യൂസ് തീർച്ചയായിട്ടും ഇതിനെ ബാധിക്കുന്ന ഒരു ഘടകം തന്നെയാണ്. അത് നിങ്ങൾക്കറിയാമായിരിക്കും. നൃത്തം ഒരു കലയാണെന്നുള്ളത്, ആ കല അഭ്യസിക്കാൻ ടാലൻറ്റ് വേണം. അത് ഫിസിക്കലി സ്ട്രെന്നസ് ആണെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ശരിക്കും നൃത്തം അഭ്യസിക്കുമ്പോൾ ടാലൻറ്റ്, ഡിസിപ്ലിൻ, പാഷൻ, 3 ഘടകങ്ങളും ഇതിനകത്തുണ്ട്. ഇത് ഏതാണ് മോർ ഇമ്പോർട്ടൻറ്റ്? ടാലൻറ്റ്, ഡിസിപ്ലിൻ, പാഷൻ, ഹാർഡ് വർക്കിംഗ്, ഡെഡിക്കേഷൻ. ഈ 5 കാര്യങ്ങൾ ഇതെല്ലാം ഇതിന് മോർ ഇമ്പോർട്ടൻ്റ് ഒന്നും പറയാൻ പറ്റൂല. ഇത് 5ഉം അവർക്ക് വേണം. ഏതളവിൽ എന്നൊക്കെ പറയാൻ ഇത്തിരി പ്രയാസമാണ്. ഇതില്ലെങ്കിൽ പറഞ്ഞ പോലെ നേടിയെടുക്കാൻ പറ്റും. വളരെ സീരിയസ് ആയി കാര്യമായി എടുക്കേണ്ട ഒരു കാര്യമാണെന്ന് തീർച്ചയായിട്ടും. സൊസൈറ്റിയോട് ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ, അതായത് കുറച്ചുകൂടെ തന്നെ വിശദീകരിച്ച് പറയാം. അതായത് ഒരു ഡാൻസർ എന്ന് പറയുമ്പോഴത്തേക്ക്, ഇപ്പം എൻ്റെ മോൻ നേരത്തെ പറഞ്ഞ പോലെ എൻജിനീയർ അല്ലെങ്കിൽ മെഡിസിന് പോകുന്നവരെങ്കിൽ ഡോക്ടറാവുന്നു. പക്ഷേ ഒരു ഡാൻസിങ് അല്ലെങ്കിൽ ഡാൻസ് ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത് ഇപ്പോഴും സൊസൈറ്റി അംഗീകരിച്ചിട്ടില്ല. അതിനൊരു മേ ബി അവർക്ക് ഭാവിയിലുള്ള ഫിനാൻഷ്യൽ ഇതെങ്ങനെ പോകും എന്നുള്ളത് ഓർത്തിട്ടായിരിക്കാം ഇത് ഈ പ്രൊഫഷൻ പാരലലി കൊണ്ടുപോകാനായിട്ട് സൈഡ് ലൈൻ ചെയ്യുന്നത്. അങ്ങനെ ചിന്തിക്കുന്ന മെൻറ്റാലിറ്റി ഉള്ള ഈ സൊസൈറ്റിയോട് എന്താണ് മാമിന് പറയാനുള്ളത്? ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ പെർഫോമിംഗ് ആർട്സ് അല്ലാതെ ബാക്കി ഏത് പ്രൊഫഷനായിട്ട് എടുത്ത് നോക്കിയാലും മെഡിക്കൽ അല്ലെങ്കിൽ എൻജിനീയറിങ്, ഈ ഒരു 2 പേര് കഴിഞ്ഞിട്ട് അടുത്ത പേര് ഏതാണ്? പാരൻസ് നീ ഇങ്ങനെ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു അടുത്ത പ്രൊഫഷൻ ഏതാണെന്ന് പറയാമോ? IT ആയിരിക്കും. IT ഉണ്ട്, സിവിൽ സർവീസ് ഉണ്ട്. അങ്ങനെ അതൊരു ചെറിയ ക്രീമാണ് അങ്ങനെ പോകുന്നത് സിവിൽ സർവീസിന് വേണ്ടി. ഏവിയേഷൻ, പിന്നെ അല്ലെങ്കിൽ ടീച്ചർ ആകാൻ പറ്റുന്നവരുണ്ട്, നഴ്സ് ആകാൻ പറ്റുന്നവരുണ്ട്. ഇതൊക്കെ നമുക്ക് ഇങ്ങനെ എണ്ണി എടുക്കാൻ പറ്റും. അതെ. പക്ഷേ ആക്ച്വലി എത്ര പ്രൊഫഷൻ കിടപ്പുണ്ട്? ഇഷ്ടം പോലെ. ഒരു കരിയർ ഗൈഡൻസിൻ്റെ ക്ലാസ്സിൽ പോയാൽ ആദ്യം MBBS ഇത്തരം അത് സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് മാറ്റാൻ ഭയങ്കര പ്രയാസമാണ്. ഞാനിവിടെ ഇരുന്ന് പറഞ്ഞാലൊന്നും അത് ആ കാഴ്ചപ്പാട് മാറാൻ പോകുന്നില്ല. അതിനി എത്ര വർഷങ്ങളെടുക്കുമെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു കാര്യം. പിന്നെ പാരൻസിനോട് പറയാനാണെങ്കിൽ ഒരു പക്ഷേ ഇൻസെക്യൂരിറ്റി ആകാം, ഫ്യൂച്ചറിൽ ഭാവി എന്താകും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ജോലി സാധ്യത എന്ന് ചോദിച്ചാൽ ഇപ്പോഴും ക്വസ്റ്റ്യൻ മാർക്കാണ്. ആ ഒരു കാര്യമായിരിക്കും പാരൻസ് പിൻവലിയുന്നത്. അത്രയൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. സൊസൈറ്റിയോട് എനിക്ക് പറയാൻ എന്ന് പറഞ്ഞാൽ ഈ കാഴ്ചപ്പാട് മാറാതെ, പ്രത്യേകിച്ച് എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഈ കാഴ്ചപ്പാട് മാറ്റാനായിട്ട്. ഇനിയും കാലങ്ങൾ എടുക്കുമായിരിക്കും. അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും എനിക്ക് പറയാനില്ല എന്ന് തോന്നുന്നു. ഇതേ സൊസൈറ്റിക്ക് അല്ലെങ്കിൽ പേരൻസിന് തന്നെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. അതായത് കുട്ടികളെ ഒരു കല അഭ്യസിപ്പിക്കുമ്പോൾ അത് ഡാൻസ് ആയിക്കോട്ടെ, മ്യൂസിക് ആയിക്കോട്ടെ,
പലതരത്തിലുള്ള കലകളായിക്കോട്ടെ, പൊതുവേ ഒരുപാട് പേരൻസിന് അത് കോമ്പറ്റീഷന് വേണ്ടി പഠിപ്പിക്കുക എന്ന് പറയുന്നൊരു ട്രെൻഡുണ്ട്. പണ്ട് തൊട്ടേ ഉള്ളതാണ്, ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതെ അതെ. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? കോമ്പറ്റീഷൻ നല്ലതാണ്, പക്ഷെ അത് ഹെൽത്തി ആയിരിക്കണം, മെൻ്റലി ഫിസിക്കലി ഹെൽത്തി ആയിരിക്കണം. അത് കുട്ടികൾക്ക് മാത്രമല്ല, പേരൻസിനും അത് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനും എല്ലാം ഹെൽത്തി ആയിരിക്കണം. പക്ഷെ പൊതുവെ കാണുന്നത് അതല്ല. ഒരു കോമ്പറ്റീഷന് ഒരു കുട്ടി കയറുക എന്ന് പറഞ്ഞാൽ സ്ട്രെസ്സാണ് ആ കുട്ടിക്ക്. പാരൻസിനും സ്ട്രെസ്സാണ്, ടീച്ചേഴ്സിനും സ്ട്രെസ്സാണ്. മൊത്തത്തിലൊരു യുദ്ധത്തിൻ്റെ ഒരു പ്രതീതിയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. കല എന്ന് പറഞ്ഞാൽ ആസ്വദിക്കാനുള്ളതാണ്, സമാധാനം, സന്തോഷം ഇതൊക്കെ തരുന്നതാണ്. അതുകൊണ്ട് കോമ്പറ്റീഷൻ നല്ലതാണ്, പക്ഷേ ഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷൻ. കോമ്പറ്റീഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഇപ്പോൾ ഈ പാട്ടാണെങ്കിലും ഡാൻസ് ആണെങ്കിലും കോമ്പറ്റീഷൻസ് നമ്മൾ ടി വിയിൽ കാണുന്നുണ്ട്. അതിലൊരു പോയിന്റ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, പലപ്പോഴും നല്ല ടാലൻറ്റഡ് എന്ന കാഴ്ചക്കാർക്ക് തോന്നുന്നതിനനുസരിച്ചുള്ള മാർക്കോ അല്ലെങ്കിൽ ഒരു ലെവലിലോട്ട് എത്തിപ്പെടാനോ അവർക്ക് പറ്റത്തില്ല. അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യാൻ മാമിന് ഉത്തരം കാണില്ല എന്ന് എനിക്കറിയാം. ബട്ട് സ്റ്റിൽ എനിക്ക് തോന്നിയത് ഞാനൊരു കമൻ്റായിട്ട് ജസ്റ്റ് പറഞ്ഞു എന്നേ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് പലപ്പോഴും അവരുടെ ടാലൻറ്റ് ഇല്ലാതെ പോകുന്നു, പക്ഷെ ദേ ആർ സ്പെൻഡിങ് ഒരുപാട് എക്സ്പെൻസ് ഇതിനകത്ത് ഇറക്കി അവരൊരു സ്റ്റേജിന് വേണ്ടിയിട്ട് അവർ ഇത് മുന്നോട്ട് ചെയ്യുന്നുണ്ട്, പല TV ഇതിന് വേണ്ടിയിട്ട്. കാരണം അവർക്കൊരു ഫെയിം കിട്ടണം, 10 പേര് വെളിയിലോട്ട് ഇറങ്ങുന്ന ഉടനെ എന്നെ റെക്കഗ്നൈസ് ചെയ്യണം, അത് മതിയായിരിക്കാം ചിലപ്പോൾ. പക്ഷെ പലപ്പോഴും അങ്ങനെ ഒരു വേർത്തായിട്ടുള്ള ആൾക്കാർ പലപ്പോഴും മാഞ്ഞു പോകുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. അത് ശരിയാണ്? തീർച്ചയായിട്ടും ശരിയാണ്. ഇപ്പം കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫെയിം അത്രയൊക്കെയാണ് ചിന്തിക്കുന്നുള്ളൂ. 10th സ്റ്റാൻഡേർഡ് ആയോ സ്റ്റോപ്പ് ചെയ്തോളൂ, എല്ലാം സ്റ്റോപ്പ് ചെയ്തോളൂ. ഇതാണ് പൊതുവേ ഉള്ള ഒരു പാരൻസിൻ്റെ ഒരു വെച്ച് പുലർത്തൽ. ഇതിനകത്ത് ഈ ഡാൻസിനകത്ത് വേറൊരു കാര്യമുള്ളത്, നമുക്കിപ്പോൾ പാട്ടിനകത്ത് നമുക്ക് ഇംപ്രവൈസേഷൻസ് കൊണ്ടുവരാം. ഇപ്പോൾ പാട്ടിനകത്ത് നമുക്ക് വേറൊരു ഫോം കൊണ്ടുവരാം നമുക്ക്. അതുപോലെ ഡാൻസിനകത്തും ഇംപ്രവൈസേഷൻസ് പറ്റുമോ? ഇംപ്രവൈസേഷൻസ് പറ്റുമോ എന്ന് അതോ നമ്മൾ ആ തിയറിറ്റിക് നമ്മൾ ആ പഠിച്ചത് തന്നെ നമ്മൾ ആ ഒരു ഇതിൽ പോകണം എന്നുള്ള റൂൾ അങ്ങനെ ഉണ്ടോ? ആ ഫ്രെയിമിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഇംപ്രവൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ ഞാൻ മറ്റൊരു കാര്യം പറയുന്നത്, ഇതുപോലെ ഒരു സെലിബ്രിറ്റി അതിനെ ഇംപ്രവൈസ് ചെയ്ത് കൊണ്ടുവന്നാൽ അത് കുഴപ്പമുണ്ടാവില്ല. സാധാരണക്കാരൻ നന്നായിട്ട് അത് ക്രിട്ടിസൈസ് ചെയ്യപ്പെടും. അങ്ങനെ ഒരു കാര്യം കൂടി കണ്ടു. അങ്ങനെ എന്തെങ്കിലും ഒരു പെയിൻ പോയിന്റ്സ് എപ്പോഴെങ്കിലും ലൈഫ് ടൈമിൽ ഉണ്ടായിട്ടുണ്ടോ? ഒരു തിക്ത അനുഭവം ഉണ്ടായിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഈ പ്രൊഫഷൻ? തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ നൃത്തത്തിൻ്റെ ഭരതനാട്യം ഇപ്പം നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ കരണാസ് എന്ന് പറഞ്ഞൊരു പോർഷനുണ്ട്. കരണാസ് മിക്സ് ചെയ്തിട്ട് കുറച്ച് പ്രോഗ്രാംസ് ചെയ്യണ സമയത്ത് നമ്മുടെ ഇവിടെയുള്ള കുറച്ച് പേര്, ഇത് കുച്ചിപ്പുടിയാണോ ഭരതനാട്യമാണോ, നിങ്ങൾ ഭരതനാട്യം പഠിപ്പിക്കുന്നത് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് കുച്ചിപ്പുടി പഠിപ്പിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള കുറച്ച് ക്രിട്ടിസൈസേഷനൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അത് കരണ ആണ്, കരണയുടെ ആ ഹിപ്പ് മൂവ്മെൻറ്റ്സും രേചകങ്ങളും ഒക്കെ ചേർത്തിട്ട് നമ്മൾ ചെയ്യുന്നതാണ് എന്ന് മനസ്സിലാക്കാനുള്ളൊരു കഴിവില്ലായ്മ മാത്രമാണ്. നമ്മളൊരു അതിനപ്പുറത്തേക്ക് ഒരു മാറ്റം വരുത്തിയാൽ ഇത് മാറ്റമൊന്നും അല്ല, ഇതിനകത്ത് ഉള്ളത് തന്നെയാണ്. പക്ഷെ നമ്മുടെ കേരളത്തിലെ ഒരു ഭരതനാട്യം കണ്ട ആ ഒരു ചുവടിൽ നിന്ന് വ്യത്യാസം വരുത്തുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെയാണ്, ചിന്താഗതികളൊക്കെയാണ്. അതൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒന്നുകൂടെ നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞ് നമ്മൾ കോൺവെർസേഷനകത്ത് പറഞ്ഞു പോയ കാര്യം തന്നെയാണ്. പക്ഷെ അതൊന്നുകൂടെ ഒന്ന് എടുത്ത് പറയാണ്, ഈ ഡാൻസ് പഠിച്ചാൽ അതിനകത്തുള്ള അവർക്കുള്ള ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, അവരുടെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, അവരുടെ ഏർണിംഗ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, 3 തലങ്ങളിലായിട്ട്. അതായത് ഫിനാൻഷ്യലി, കാരണം ഇത് 3 ഒരു ആളിനെ കൺവിൻസ് ചെയ്യാൻ പറ്റിയാൽ അവർ പല പേരൻസും ഇതിനെ ഒരു പ്രൊഫഷനായിട്ട് കൊണ്ടുവരാനായിട്ട് മുതിരും. കാരണം ഈ കാലത്ത് ഒരു വീട്ടിലെ ഒരു ആണും പെണ്ണും എന്നുള്ളൊരു വ്യത്യാസമില്ല. എല്ലാവരും ജോലിക്ക് പോവുക, പഠിച്ചു കഴിഞ്ഞാൽ അവർ ഏർണിംഗ് പോക്കണം, അവരവരുടെ സ്വന്തം കാലിൽ നിൽക്കണം. ഇതാണ് എല്ലാ പേരൻസിനും വേണ്ടത്. അപ്പം ഡാൻസ് പ്രൊഫഷനായിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി മാം ഇതിനൊരു കമൻറ്റ് പറയാമോ? വളരെ സിമ്പിളായിട്ട് ഞാൻ എൻ്റെ ഫാമിലിയിൽ നിന്ന് തന്നെ പറയാം. എൻ്റെ മോള് ഇപ്പോൾ 20 വയസ്സുണ്ട് ആൾക്ക്. അവൾ 18 വയസ്സ് കഴിഞ്ഞപ്പോൾ മുതൽ IT പേയിയാണ്. ഓക്കെ. അത് നൃത്തം പഠിപ്പിച്ച് തന്നെയാണ് അവളത് കൊണ്ടുപോകുന്നത്. ഒരു IT പേയി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കാമായിരിക്കും. അവൾ ഹാർഡ് വർക്കിംഗ് ആണെങ്കിൽ, അവൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവൾക്ക് ഏർണിങ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഹാർഡ് വർക്കിംഗ് ആയിരിക്കണം, ഡെഡിക്കേറ്റ് ചെയ്ത് അതിലേക്ക് ഇറങ്ങാൻ പറ്റിയ
വിദ്യാർത്ഥിനികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു പ്രൊഫഷനായിട്ട് സ്വീകരിക്കാം. ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിരിക്കും. ഞാൻ നേരത്തെ വെറുതെ പറഞ്ഞതല്ല, ഒരു IT പ്രൊഫഷണൽ വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ ഇൻകം നമുക്ക് കിട്ടും എന്നുള്ളത് ഞാൻ വെറുതെ പറഞ്ഞതല്ല, അതൊരു സത്യം തന്നെയാണ്. പക്ഷെ ഇത് മനസ്സിലാക്കാൻ പാരൻസിന് കഴിയുമോ എന്ന് ചോദിച്ചാൽ, നേരത്തെ നിൽക്കുന്ന ഒരു ഇൻസെക്യൂരിറ്റി, ശരിക്കും പറഞ്ഞാൽ AI ഫ്യൂച്ചറിൽ AI ബാധിക്കാത്ത ഒരു ഫീൽഡാണ് ആർട്ട്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ പാരൻസിന് ചിന്തിക്കാൻ കഴിയുമോ എന്നുള്ളതിനെ പറ്റി എനിക്ക് ധാരണയില്ല. തീർച്ചയായിട്ടും. പക്ഷെ ഇപ്പൊ പണ്ട് ക്ലാസ് തുടങ്ങിയതിൽ വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെയൊക്കെ കുട്ടികളെ പേരൻസ് വിടുന്നുണ്ട്. മേ ബി അതൊരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞ പോലെ. അത്രേ ഉള്ളൂ. പിന്നെ വ്യത്യാസമുണ്ട്. പണ്ടത്തേതിനേക്കാൾ കൂടുതൽ അവര് റെഗുലർ ആയിട്ടും പങ്ക്ച്വൽ ആയിട്ടും ഒക്കെ വിടുന്നുണ്ട്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലാണെങ്കിൽ നിർബന്ധമാണ് റെഗുലാരിറ്റി, അറ്റൻഡൻസ് നിർബന്ധമാണ്. എല്ലാ ക്ലാസ്സിലും അറ്റൻഡൻസ് എടുത്തു പോകും. പിന്നെ പങ്ക്ച്വാലിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞ ബെനിഫിറ്റ്സിൽ ഒന്നാണ്. 5 മണിക്ക് ക്ലാസ് തുടങ്ങുക എന്ന് പറഞ്ഞാൽ 5:01 കുട്ടി ക്ലാസ്സിന് പുറത്ത്. ആ 5:01 സമയം അവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകും കുട്ടി ക്ലാസ്സിന് പുറത്ത്. അതുകൊണ്ട് തന്നെ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ നിർബന്ധം പിടിക്കുന്നത്. അമ്മ സമയമായി, എനിക്ക് പോകണം. അതൊരു നല്ല ക്വാളിറ്റിയാണ്. പല കുട്ടികൾക്കും ഇപ്പൊ ഇല്ലാത്തൊരു ക്വാളിറ്റിയാണ് സമയത്തിന്. അതെ, ഡിസിപ്ലിന്റെ ഭാഗമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നാട്യക്കളരിയുടെ പ്രോഗ്രാംസ്, അതായത് ഞങ്ങളുടെ കൺട്രോളിലുള്ള പ്രോഗ്രാംസ് കൃത്യസമയത്ത് തുടങ്ങിയിരിക്കും. 10 മണി പറഞ്ഞാൽ 10 മണിക്ക് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കും. പക്ഷെ നമ്മുടെ കൺട്രോളിൽ അല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഒരു പ്രോഗ്രാം ബുക്ക് ചെയ്തിരിക്കണു, അവിടുത്തെ ഫങ്ഷൻസ് കഴിഞ്ഞിട്ടില്ല, അതൊന്നും നമ്മൾക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മുടെ കുട്ടികൾ കൃത്യസമയത്ത് റെഡി ആയിട്ട് അവിടെ ഉണ്ടാകും, നമ്മൾ വൈകാറില്ല. അപ്പോൾ അത് ഈ പങ്ക്ച്വാലിറ്റിയുടെ ഭാഗം എനിക്ക് വളരെ ഈസിയായി കൈകാര്യം ചെയ്യാൻ. ഒട്ടും ടെൻഷനില്ല. അത് തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളിലും കാണുന്നുണ്ട്. നൃത്തത്തിൽ മാത്രമല്ല കേട്ടോ, ലൈഫിലും ആ ഒരു പങ്ക്ച്വാലിറ്റി കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഡിസിപ്ലിൻ ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ തീർച്ചയായിട്ടും കുട്ടികൾ വളർന്നു വരുമ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് അത് ഇൻവോൾവ് ആയിട്ട് വരും. വളരെ നല്ലൊരു കാര്യമാണത്. കാര്യം ഡിസിപ്ലിൻ കുട്ടികളെ പഠിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ജെൻസി കുട്ടികളെ പഠിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ കണ്ടിരിക്കുന്നത്, ഇനി ഞാൻ പറയുന്ന പോലെ നൃത്തത്തിൻ്റെ ആ ഒരു കളരിയിൽ മാത്രമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഭയങ്കര റെസ്പെക്റ്റാണ് കുട്ടികൾക്ക്. ഇന്നത്തെ കുട്ടികൾക്ക് പുറത്തത് കാണാൻ കിട്ടാറില്ല. പക്ഷെ വളരെ ഹംബിളായിട്ടാണ് അവർ ഓരോരുത്തരോടും പെരുമാറുന്നത്. അവരുടെ ലാംഗ്വേജ് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് ലാംഗ്വേജ് അവർ ഉപയോഗിക്കുന്നത്. പണ്ട് നമ്മൾ പാടില്ല എന്ന് പറയുന്ന ലാംഗ്വേജൊക്കെ ഇന്ന് അവർ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജാണ്. പക്ഷെ അതൊന്നും ഡാൻസ് ക്ലാസ്സിൽ ഞാൻ കണ്ടിട്ടില്ല. വളരെ മാന്യമായ രീതിയിലാണ് കുട്ടികൾ സംസാരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പല ഏജിലുള്ളവർ അവരോട് ബിഹേവ് ചെയ്യുന്നത്, ആ ഏജിലുള്ളവർ തിരിച്ചു കുട്ടികളോടും. ഈ ഏജായിട്ടുള്ളവരും കൃത്യസമയത്ത് വരും കേട്ടോ. അവരും വൈകില്ല, ഒരു കാരണവശാലും വൈകില്ല. എല്ലാവരും ഒന്നാ. അവരും കൃത്യസമയത്ത് വരും, കുട്ടികളായിട്ട് മിങ്കിൾ ചെയ്യും, നേരത്തെ വന്ന് കുട്ടികളുടെ ഒപ്പം പ്രാക്ടീസ് ചെയ്യും. ഇങ്ങനെയൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ക്വാളിറ്റീസൊക്കെ കുട്ടികളിൽ കൊണ്ടുവരാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പല പേരൻസിൻ്റെ ഇടയ്ക്ക് ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രവണതയാണ്, അയ്യോ എൻ്റെ കുട്ടി ഡാൻസ് പഠിക്കാൻ പോയി, അടുത്ത വർഷം അരങ്ങേറ്റം കാരണം. ഈ ഒരു പ്രവണത, അതിനോട് മാമിൻ്റെ അഭിപ്രായം എന്താ? ഞാൻ തുടക്കത്തിൽ പറയാറുണ്ട്, വരുമ്പോൾ ഈ അടുത്ത കാലത്തൊന്നും രംഗപ്രവേശം, ചിലങ്ക പൂജ, അരങ്ങേറ്റം ഈ വക കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന്. നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുകയാണെങ്കിൽ അടവ് സെഷൻ ജസ്റ്റ് ഫിനിഷ് ചെയ്യാൻ 1 ഇയർ എടുക്കും. അടവെന്ന് പറഞ്ഞാൽ സ്റ്റെപ്സ് ബേസിക് സ്റ്റെപ്സ് ഫിനിഷ് ചെയ്യാൻ 1 വർഷം മിനിമം എടുക്കും. അതും റെഗുലറായിട്ട് പഠിച്ചിട്ട് വരുന്ന ഒരു കുട്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞത്. 1 വർഷം എടുക്കും. അതിനുശേഷമാണ് ഇപ്പോൾ നമ്മൾ പറയാറില്ലേ, ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയിട്ട് വേണം എനിക്ക് ശരിക്കും ഒന്ന് ഡ്രൈവിംഗ് പഠിക്കാൻ എന്ന് പറഞ്ഞ പോലെ, 2nd ഇയറിലാണ് അത് പ്രോപ്പറായിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കാമെന്ന് പഠിച്ചു തുടങ്ങുന്നത്. അതിനുശേഷം ഐറ്റം സ്റ്റാർട്ട് ചെയ്യാം. ഈ ഐറ്റം ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഒരു എൻ്റെ അവിടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു 5, 6, 7 വർഷമൊക്കെ കഴിയുമ്പോഴാണ് നമ്മൾ അരങ്ങേറ്റത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്, രംഗപ്രവേശത്തെ പറ്റി ചിന്തിക്കുന്നത്. ഇത് പേരൻസ് പലപ്പോഴും അംഗീകരിക്കാറുണ്ടോ? തീർച്ചയായിട്ടും ആദ്യമേ നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും. അവിടെ ആദ്യമേ വരുമ്പോൾ തന്നെ ഇതുപോലെ 6 മാസം കൊണ്ട് 1 വർഷം കൊണ്ട് രംഗപ്രവേശം അതില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാകും. കോമ്പറ്റീഷന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് അതില്ല. പിന്നെ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു പരിപാടിയില്ല. നേരം പോക്കിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പരിപാടികളൊന്നുമില്ല. ഇങ്ങനെയൊന്നും വിചാരിച്ച് നാട്യക്കളരിയിലേക്ക് വരണ്ട. നിങ്ങൾ കലയെ സ്നേഹിക്കുന്നുണ്ടോ, വന്നോളൂ, നമുക്ക് സന്തോഷമായിട്ട് കലയായിട്ട് മുന്നിലേക്ക് പോകാം. വേറൊരു എൻറ്റയർലി ഡിഫറെൻ്റ് ഒരു കോൺസെപ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഈ
നമ്മൾ ഡാൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടി വരുന്നത് ഒരു പെൺകുട്ടി ഇങ്ങനെ ഒരുങ്ങി ഡാൻസിന്റെ ഇതിൽ നിൽക്കുന്നു എന്നുള്ളത്. എത്ര ആൺകുട്ടികൾ ഇതിനു വേണ്ടി വരുന്നുണ്ട് ഫ്രണ്ടിലോട്ട് ഡാൻസ് പഠിക്കാനായിട്ട്? ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് പേര് വരുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ കുട്ടികൾക്ക് മടിയൊന്നുമില്ല വരാനായിട്ട്. പാരൻസിനും വിടാൻ കമ്പാരിറ്റീവ്ലി മടിയില്ല ആൺകുട്ടികൾ. ഇപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയയിൽ നിന്നൊരു കോൾ ഉണ്ടായിരുന്നു. ആള് വർക്ക് ചെയ്യുന്നതാ അവിടെ. അപ്പോൾ നൃത്തം പഠിക്കണം, ഒരുപാട് വർഷമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതാ എന്ന് പറഞ്ഞിട്ടൊരു കോൾ ഉണ്ടായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് മന്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അദ്ദേഹം അവിടെ ഒരു 23 to 25 years ഉണ്ടാവും അദ്ദേഹത്തിന്. ആ പ്രായത്തിൽ അദ്ദേഹം ആഗ്രഹിക്കുന്നു, വരുന്നു, പഠിക്കണം. നമ്മൾ നെക്സ്റ്റ് മന്ത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പം അങ്ങനെ ആൺകുട്ടികൾ മുന്നിലേക്ക് വരുന്നുണ്ട്. പിന്നെ നാട്യകളരിയിൽ പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ എടുക്കുന്നുള്ളൂ. അങ്ങനെ നിർബന്ധം വെച്ചതാണോ അതോ? അത് ഒരു കാലത്തിൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ ചെയ്ത ഒരു കാര്യമാണ്. ഈ ആൺകുട്ടികളിൽ പെൺകുട്ടികളുടെ ചേഷ്ടകൾ കണ്ടപ്പോൾ ഞാനത് ചോദിക്കാൻ വേണ്ടി വരികയായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ. അതായത് നമ്മൾ ഈ നൃത്തം പഠിക്കുന്നത് കൊണ്ട്, എസ്പെഷ്യലി ആൺകുട്ടികൾ നൃത്തം പഠിക്കുന്നത് കൊണ്ട് അവരുടെ ഈ റെഗുലർ ലൈഫിലുള്ള അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, അവരുടെ നടത്തം, ഇതിനകത്തൊക്കെ ഒരു വ്യത്യാസം വരാറുണ്ടോ? അതോ അത് നാച്ചുറലി അങ്ങനെ വരുന്നതാണോ? അതോ അവർ അതിലോട്ട് അങ്ങ് ലയിച്ച് പോയി അതിൻ്റെ ഒരു ഭാഗമായി മാറുന്നതാണോ? എന്താണ് അതിൻ്റെ ഇതെന്നുള്ളത്? പ്രധാനമായിട്ടും ഹോർമോൺ ഇഷ്യൂസ് തീർച്ചയായിട്ടും ഇതിനെ ബാധിക്കുന്ന ഒരു ഘടകം തന്നെയാണ്. അത് നിങ്ങൾക്കറിയാമായിരിക്കും. സ്ത്രീ ഹോർമോൺ കൂടുതൽ വരുന്ന കാര്യങ്ങൾ അങ്ങനെ ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് നൃത്തത്തോട് താല്പര്യം കൂടുതലുണ്ട്, അങ്ങനെയല്ലാത്തവരുണ്ട്. പക്ഷേ ഒരു ടീച്ചർ നിന്ന് പഠിപ്പിക്കുമ്പോൾ ആ ഒരു ലാസ്യവും ശൃംഗാരവും എല്ലാം നമ്മൾ സ്ഥിരമായിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് കടന്നു വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഇന്ന് ആൺകുട്ടികൾ അത് ഡെലിബറേറ്റ്ലി അവരത് വരുത്താതെ നോക്കും. അവരത് ഇല്ലാത്ത രീതിയിൽ ആ നൃത്തം കഴിഞ്ഞു, അത് കഴിഞ്ഞാൽ അവരെന്താണോ ആ രീതിയിൽ പെരുമാറാൻ വേണ്ടിയിട്ട് ആൺകുട്ടികൾ ശ്രമിക്കാറുണ്ട്. പക്ഷെ ഒരു കാലത്ത് ഇത് കുറച്ച് കൂടുതലായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. നൃത്തം പ്രത്യേകിച്ച് സ്ത്രീ ഗുരുക്കന്മാരിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ചേഷ്ടത്തിരി കൂടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ അങ്ങനെ ഒരു ഡിസിഷൻ ഒരു വർഷങ്ങൾക്ക് മുമ്പ് എടുത്തത്. ഞാൻ ആൺകുട്ടികളെ പഠിപ്പിക്കുന്നില്ല, ഇനി എൻ്റെ ചേഷ്ടകൾ അവർക്ക് കിട്ടണ്ട, അവർ ഒരു ആൺ ടീച്ചറിൽ നിന്ന് തന്നെ പഠിക്കട്ടെ എന്നൊരു ചിന്തയൊക്കെ എനിക്ക് വന്നത്. അതിലും വ്യത്യാസമുണ്ട്. അതിൽ കുറച്ചുകൂടി വ്യത്യാസം തോന്നിയിട്ടുണ്ട്. അതായത് ഒരേ ഭരതനാട്യം പഠിക്കുന്ന ആൺ ടീച്ചർ പഠിപ്പിക്കുന്നതും ലേഡി ടീച്ചർ പഠിപ്പിക്കുന്നതും തമ്മിൽ കീൻ വാച്ച് ചെയ്താൽ നമുക്കത് മനസ്സിലാവും. ആ ഒരു സ്ത്രൈണത കൂടുതൽ അവരിലേക്ക് എത്തും സ്ത്രീയാണ് പഠിപ്പിക്കുന്നതെങ്കിൽ. അതെ, പക്ഷെ ഇന്ന് കുട്ടികളിൽ അത് കാണുന്നില്ല കേട്ടോ. ഇന്ന് വളരെ കുറവാണ്. കാരണം സൊസൈറ്റി ആ ഒരു കാര്യത്തിന് കുറെ കൂടെ ഒക്കെ ഓപ്പൺ ആണ്. ഈവൻ നമ്മള് ഫേമസ് ആയിട്ടുള്ള ആഡ് വരെ കാണുന്നതാണ്. നമ്മൾ ജ്വല്ലറിയുടെ ആഡിന് സാധാരണ ഒരിക്കലും ആണുങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ബട്ട് ലാലേട്ടൻ അത് വന്ന് ചെയ്യുന്ന ഒരു ഇതുണ്ടല്ലോ. അപ്പം സൊസൈറ്റി ഈസ് ആക്സെപ്റ്റിംഗ്. അതുപോലെ തന്നെ മൂക്ക് കുത്തി ഉള്ള ഒരു ഇത്, ദേ ആർ ആക്സെപ്റ്റിംഗ് ദിസ് കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസ്. അപ്പം അതായിരുന്നു എൻ്റെ ഒരു ചോദ്യം. ആൺകുട്ടികളെ അങ്ങനെ പ്രപ്പോർഷൻ വെച്ച് നോക്കുമ്പോൾ ആൺകുട്ടികളുടെ പെർസെൻറ്റേജ് വളരെ കുറവാണ് ഡാൻസിലോട്ട് വരുന്നത്. അപ്പം അതാണ് ഞാൻ ചോദിച്ചത്. ഇപ്പോഴും കുറവാണ്, പക്ഷേ പഴയതിനെ കമ്പയർ ചെയ്താൽ ഞാൻ പറഞ്ഞത് വരുന്നുണ്ടെന്ന് പറഞ്ഞത്. അതുണ്ട്. പലപ്പോഴും കലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പം ഒരുപാട് പേര് അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ പറഞ്ഞ് റിവീൽ ചെയ്യുന്ന സമയത്ത് കേട്ടിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു സ്ത്രീ, പുരുഷന്മാർക്ക് അത്രയും തോന്നത്തില്ല, പക്ഷെ ഒരു സ്ത്രീ നമ്മുടെ വീടും പരിസരവും വിട്ട് വേറൊരു സ്ഥലത്തൊരു ഈവൻറ്റ് ചെയ്യാൻ പോകുന്നു. അവർക്കുള്ള സേഫ്റ്റി, നല്ല ഭാഷയിൽ പറഞ്ഞാൽ അവർക്ക് പച്ചയായിട്ടുള്ള സുരക്ഷിതത്വം, പല ഈവൻറ്റ് കമ്പനീസും അവരെ ഒരു പ്രോഡക്റ്റായിട്ടാണ്, ലിറ്ററലി പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റായിട്ടാണ് അവരെ കൺസിഡർ ചെയ്യുന്നത്. പ്രത്യേകിച്ചും പുറം രാജ്യങ്ങളിലോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മുടെ വീട് വിട്ടു പോകുന്നു, നമ്മുടെ രാജ്യം വിട്ടു പോകുന്നു. അപ്പോൾ അവർക്ക് പലപ്പോഴും സേഫ്റ്റി ഇഷ്യൂസ് ഒരുപാട് വന്നിട്ടുണ്ട്. അത് ലിറ്ററലി നമ്മുടെ മോറൽ സൈഡ് നമ്മളെ വീക്കൻ ചെയ്യാനായിട്ട് വരെയുള്ള സാഹചര്യങ്ങൾ വരെയും അവരുടെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആസ് എ ഡാൻസർ, ഇഫ് യു ഗോ ടു എന്തെങ്കിലും ഒരു ഈവൻറ്റിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഒരു പെർഫോമൻസിന് പോകുമ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു തിക്താനുഭവം വന്നിട്ടുണ്ടോ? എനിക്ക് ഇവൻറ്റ് അങ്ങനെ ഒരു പെർഫോമൻസ് ആ ഒരു ലെവലിലല്ല തിക്താനുഭവം ഉണ്ടായിരിക്കുന്നത്. ഞാൻ എന്നാണോ സിംഗിളാണ് എന്ന് സമൂഹം മനസ്സിലാക്കി തുടങ്ങിയത്, ആ സമയത്ത് തുടക്കത്തിൽ 1-2 ഭാഗത്ത് നിന്നും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതും നമ്മൾ ചിലപ്പോൾ ഒരു അച്ഛനെ പോലെ കാണുന്ന ആളുകളിൽ നിന്നൊക്കെ മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അധികം അവർക്ക് സംസാരിക്കാനുള്ള അവസരം ഞാനും കൊടുത്തിട്ടില്ല. എപ്പോൾ എനിക്ക് മനസ്സിലായോ അവരുടെ ചിന്താഗതി
നേരെയല്ല എന്ന് മനസ്സിലായോ ആ നിമിഷം അതവിടെ നിർത്തിക്കാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടുണ്ട്. അന്ന് ഞാനും അത് പഠിച്ചു. ഇതാണ് ഇങ്ങനെയുള്ള ചിന്താഗതികളാണ് ഇനി ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണോ ഒരാളുടെ കാഴ്ചപ്പാട് നമുക്ക് സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. ഏതൊരു സ്ത്രീക്കും അത് മനസ്സിലാകും. അവിടെ നിന്നേ സ്റ്റോപ്പ് ചെയ്ത് ഞാൻ പോരും. അതുകൊണ്ട് തന്നെ എനിക്ക് പിന്നീട് അങ്ങ് ഇതുവരെ അങ്ങനെ മോശം അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആ തുടക്കത്തിൽ 1 or 2 അതിൽ നിന്നു. സ്മൂത്തായിട്ട് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. പിന്നെ ജീവിതം മുന്നോട്ട് കൈ പിടിച്ച് പോകണം. അയ്യോ, ഞാൻ ജീവിതത്തിൽ ഐ ഹാവ് ടു ഫൈറ്റ് ബൈ മൈസെൽഫ് എന്നുള്ള ഒരു ഫീൽ വരുമ്പം പലപ്പോഴും അവിടെ പലരും പതറിപ്പോവാറുണ്ട്. ജീവിതത്തിൽ ഈ കടമ്പ അല്ലെങ്കിൽ ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് ഇതെല്ലാം എൻ്റെ തലയിൽ, ഞാനിത് ഏറ്റെടുത്ത് വെക്കണം എന്ന് പറയുമ്പോൾ പല സ്ത്രീകളും പരാജയപ്പെട്ടു പോകുന്നുണ്ട്. മുന്നോട്ട് പോകാൻ വളരെ ചുരുക്കം പേര് മാത്രമേ ഉള്ളൂ അതും കടന്ന് ഫ്രണ്ടിലോട്ട് പോകുന്നത്. അങ്ങനെ എപ്പോഴെങ്കിലും ജീവിതത്തിൽ പകച്ചു നിന്നിട്ടുണ്ടോ? ഞാൻ ഒറ്റപ്പെടുന്ന സമയത്ത് എൻ്റെ റൈറ്റിൽ ലെഫ്റ്റിൽ 2 പെൺകുട്ടികളുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് സമയാസമയത്ത് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മുടെ മുൻപിൽ വരുമെന്ന്. എനിക്ക് ഇതുവരെയുള്ള എൻ്റെ അനുഭവം അതാണ്. ഞാൻ ഒന്നും പ്രത്യേകിച്ച് ചിന്തിക്കാതെ തന്നെ ആവശ്യമുള്ള കാര്യങ്ങൾ, ആവശ്യമുള്ള വ്യക്തികൾ എൻ്റെ മുമ്പിൽ വരാറുണ്ട്. എൻ്റെ കാര്യങ്ങളെല്ലാം അങ്ങനെ സ്മൂത്തായിട്ട് ഈ നിമിഷം വരെ നടന്നു പോയിട്ടുണ്ട്. പിന്നെ ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് ഉണ്ടാവാറുണ്ട്. പക്ഷേ എൻ്റെ ഒരു സ്വഭാവം ആ നെഗറ്റീവിനെ ഞാൻ കേൾക്കാൻ നിൽക്കാറില്ല. എൻ്റെ നെഗറ്റീവ്സ് ഞാൻ എന്തിനു കേൾക്കണം? എനിക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന എന്നെയാണ്. എൻ്റെ പോസിറ്റീവ്സും എൻ്റെ നെഗറ്റീവ്സും അറിയാം. എൻ്റെ വെൽവിഷേഴ്സ് വന്ന് എൻ്റെ അടുത്ത് പറയുകയാണ് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ ചെവിക്കൊള്ളാം. അതല്ലാതെ പറയുന്ന ഒരു കമൻറ്റും എന്നെപ്പറ്റി മോശം മറ്റൊരാൾ പറയുന്നത് ഞാൻ കേൾക്കാനുള്ളൊരു അവസരം ഞാൻ ഉണ്ടാക്കില്ല. എനിക്ക് കേൾക്കണ്ട, അവർ പറഞ്ഞോട്ടെ, അവർ ആസ്വദിച്ചോട്ടെ. അതുകൊണ്ട് തന്നെ നമ്മൾ കേൾക്കാത്തിടത്തോളം ഞാൻ എന്നെപ്പറ്റി പോസിറ്റീവായി ചിന്തിക്കുന്നു. എൻ്റെ വഴികൾ എപ്പോഴും പോസിറ്റീവാണ്. അപ്പോൾ എൻ്റെ മുന്നിൽ വരുന്ന കാര്യങ്ങളും പോസിറ്റീവാണ്. അങ്ങനെ എനിക്ക് പതറിപ്പോകേണ്ട അവസ്ഥ വന്നിട്ടില്ല. ഞാൻ തീർച്ചയായിട്ടും ആ പ്രപഞ്ചശക്തിയിൽ അതുകൊണ്ട് എപ്പോഴും നന്ദിയുണ്ട്. കാരണം കറക്റ്റ് വ്യക്തികൾ എൻ്റെ ലൈഫിൽ വന്നിട്ടുണ്ട്. എനിക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും തന്നിട്ടുണ്ട്. എന്തിനധികം പറഞ്ഞു എൻ്റെ സ്റ്റുഡൻസ് ഒരു വലിയൊരു സ്ട്രെങ്താണ്. എൻ്റെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് അവരാണ്. കുട്ടികളെ ഞാൻ പ്രസവിച്ച മക്കളാണ് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലൊരു വിഷമം വരും. ഞാനിപ്പോൾ ബയോളജിക്കൽ ഡോട്ടേഴ്സിനെ പറയാറുള്ളൂ. കാരണം ഇവരെല്ലാവരും എനിക്ക് എൻ്റെ മക്കളാ. വീട്ടിൽ തന്നെ വരുന്നു, വീട്ടിൽ കിടക്കുന്നു, വീട്ടിൽ ഭക്ഷണം പാചകം ചെയ്യുന്നു. ഒരു ഗുരുകുലം പോലെയാണ് അവിടെ. അവരവിടെ താമസിക്കുന്നു, അവിടെ നിന്ന് കോളേജിൽ പോകുന്നു. അങ്ങനെ നിന്ന് പഠിക്കുന്നവരുണ്ട് അവിടെ. അത് റെഗുലർ അല്ല. ഇന്ന് വന്നാൽ ചിലപ്പോൾ ഇന്ന് പോകണം എന്നില്ല, 2 ദിവസം കഴിഞ്ഞ് അവർ പോകുള്ളൂ. ഇങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് സ്റ്റുഡൻസ് ഉണ്ട്, ഏതിനും തയ്യാറായിട്ടുള്ളവർ. എനിക്ക് ഇതിൽ പരം എന്ത് ബ്ലെസ്സിങ് ആണ് വേണ്ടത്? എല്ലാ കാര്യത്തിനും ഫുൾ സപ്പോർട്ടാണ്. എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടോ, എനിക്കിപ്പോൾ എത്താൻ പറ്റാത്തൊരു സമയമുണ്ടോ, ജസ്റ്റ് ഒരു മെസ്സേജ്, ആ ആവശ്യം അവിടെ നടന്നിരിക്കും. മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ പ്രതിസന്ധികൾ എന്നൊന്നുമില്ല. പിന്നെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാവും, ഇല്ലാതെ ഇരിക്കില്ല. എൻ്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിട്ടുണ്ട് ഒരു കാലത്ത് ഈ കുറച്ച് ഇഷ്യൂസിൻ്റെ ഭാഗമായിട്ട്. അന്നും ഈ 2 മക്കൾ എൻ്റെ കൂടെ ഉണ്ട്. ഇവരുടെ ഫീസ് അടയ്ക്കണം, നമുക്കന്ന് റെൻ്റ് അടയ്ക്കണം, ഒരുപാട് ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ തരണം ചെയ്ത് പോകും എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. കാരണം ഞാൻ എൻ്റെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ, എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ അത് മുന്നിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന കാര്യത്തിൽ എൻ്റെ കഴിവിൽ ഞാൻ നല്ല വിശ്വാസമുള്ള ഒരാളാണ്. വലിയൊരു ഉപദേശമാണ്. കാരണം ഒരുപാട് സ്ത്രീകളുണ്ട് ഇതുപോലെ മറ്റുള്ളവരുടെ ഗോസിപ്സിൽ വീണു പോകുന്നത്. മറ്റുള്ളവർ എന്ത് പറയും എന്ന് പറഞ്ഞ് നമ്മുടെ കഴിവുകൾ മുന്നോട്ട് പലപ്പോഴും എടുക്കാൻ പറ്റാതെ കാണിക്കാൻ, ഞാൻ അങ്ങനെ കാണിച്ചാൽ ആൾക്കാർ എന്ത് വിചാരിക്കും, അതെ മറ്റുള്ളവർ അവരെന്ത് വിചാരിക്കും എന്ന് പറയുന്ന ഒരു സെനാരിയോ ആണ് ഇപ്പം നടക്കുന്നത്. അപ്പം അത് ഒരു നല്ലൊരു പോയിന്റാണ് പറഞ്ഞത്. കാരണം നമ്മളുടെ കഴിവിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഗോ എഹെഡ്, ജസ്റ്റ് മൂവ് ഓൺ, അത്രേ ഉള്ളൂ. അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കണം. ഞാൻ പറയും, നമ്മളിപ്പോൾ ടീച്ചേഴ്സ് ഒരു 25 സ്റ്റാഫോളം ഉണ്ട് നമുക്ക്. അപ്പോൾ നമുക്ക് ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ അവർക്ക് മാരേജ് ആയി, അവർക്ക് പോകേണ്ടി വന്നു. ഇവർ എത്ര പേര് പോയാലും എനിക്ക് എപ്പോഴും വിശ്വാസമാണ് ആ സ്കൂളിൽ എനിക്ക് കൊണ്ടു നടക്കാൻ പറ്റും എന്നുള്ളത്. ഇത് ഇത്രയും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. അതിൽ സ്ത്രീകളും അമ്മമാരുമായിരിക്കും ഏറ്റവും കൂടുതൽ. അങ്ങനെയുള്ളവർക്ക് ആസ് എ ഡാൻസർ, ആസ് എ പ്രൊഫഷണലിസ്റ്റ്, ഈ ഒരു
സൊസൈറ്റിയോട് അല്ലെങ്കിൽ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഗ്രൂപ്പിനോട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഉപദേശം? ഞാൻ സ്ത്രീകളോട് പറയുകയാണെങ്കിൽ ഒരുപാട് പേര് അവരുടെ ചെറുപ്പത്തിലെ ആഗ്രഹം നൃത്തം പഠിക്കുക, അത് ഏത് ആർട്ടാവട്ടെ, നൃത്തം എന്നൊന്നുമില്ല കേട്ടോ, ഏത് ആർട്ടാവട്ടെ, ചിലപ്പോൾ മാർഷ്യൽ ആർട്ടായിരിക്കും, എന്തോ ആവട്ടെ, അവരാ ഉപേക്ഷിച്ചൊരാഗ്രഹമുണ്ട്. ഇനിയെങ്കിലും അവർക്ക് വേണ്ടി ഒന്ന് ജീവിക്കുക, അവർക്ക് വേണ്ടി അവരുടെ ഇഷ്ടങ്ങളെ നടത്തുക. എത്രയോ പേരെ ഞാൻ കാണുന്നുണ്ട് സങ്കടപ്പെട്ടിരിക്കുന്നത്, എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു നടത്താൻ പറ്റില്ല, ഇനി എത്ര കാലം. ഇപ്പോഴാണെങ്കിൽ ഭൂമി പോകുന്നത് ഓരോരോ വൈറസും ഓരോരോ പ്രശ്നങ്ങളുടെ ഓക്കെ അങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരവർക്ക് വേണ്ടി ജീവിക്കുക, അവരവർക്ക് വേണ്ടി ഇങ്ങനെ ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക. ഇത്രമാത്രം എനിക്ക് സ്ത്രീകളോട് പറയാനുള്ളൂ. അങ്ങനെ ചെയ്ത് സന്തോഷം അനുഭവിക്കുന്ന സ്ത്രീകളെ ഒരു ഗ്രൂപ്പ് ഓഫ് ലേഡീസിനെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും, കുട്ടികളാണെങ്കിലും അവരുടെ ഇഷ്ടത്തിന് പഠിപ്പിക്കാൻ വിടുക. അക്കാഡമിക്സ് മാത്രമല്ല, അക്കാഡമിക്സ് ഫസ്റ്റ്, അതിനോടൊപ്പം തന്നെ അവർക്ക് മെൻ്റലി അവരുടെ ഹാപ്പി ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്ന, അവർക്ക് സ്ട്രെസ് റിലീഫ് കൊടുക്കുന്ന, അവരുടെ ഇഷ്ടമുള്ള ഒരു ആർട്ടിനെ കൂടെ കൊണ്ടുപോകാനുള്ള എല്ലാ അനുവാദവും കൊടുക്കുക. ഇതേ എനിക്ക് പറയാനുള്ളൂ. കഴിഞ്ഞ 1 മണിക്കൂർ നേരം നമ്മളുടെ ഒപ്പം ഡാൻസിനെ കുറിച്ചും ഡാൻസ് പെർഫോമൻസിനെ കുറിച്ചും ആ പ്രൊഫഷന് നേരിട്ട ബുദ്ധിമുട്ടുകളെക്കുറിച്ചും എല്ലാത്തിനെക്കുറിച്ചും ഒരു അമ്മ എന്ന നിലയ്ക്ക് മറ്റുള്ള അമ്മമാർക്ക് ഇതുപോലെ ഒരുപാട് ഉപദേശങ്ങൾ കൊടുത്ത് ഡാൻസ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ ആക്കി കഴിഞ്ഞാൽ അതിനുള്ള സംശയങ്ങൾക്ക് ഒരുപാട് ഇഫക്റ്റീവായിട്ടുള്ള ഒരു കോൺവെർസേഷൻ നമുക്ക് കാഴ്ചവെച്ച പാർവതി മാമിന് സ്പാർക്ക് ടോക്സിൻ്റെ വക ഒരു എളിയ ഉപഹാരം. താങ്ക് യു ഫോർ കമ്മിങ് ആൻഡ് ബീയിങ് എ പാർട്ട് ഓഫ്